ഇറാനെ അടിച്ച് തകർക്കും, ഇതാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷെ ഉണ്ടല്ലോ, വെറും 3 മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്കയുടെ ജോർഡാനിലെ അമേരിക്കൻ ബേസ് തകർത്ത് കളഞ്ഞത്. അതായത് ഇവരുടെ MQ-9 റീപ്പർ ഡ്രോണുകളും ഇവരുടെ എയർക്രാഫ്റ്റുകൾ അടക്കം ഇവർ വെച്ചിട്ടുള്ള ഹാങ്ങറുകളും അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന അവരുടെ റെസിഡൻഷ്യൽ ഏരിയയും ജിംനേഷ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങളും 3 മിസൈൽ വെച്ചിട്ടാണ് ഇറാൻ അടിച്ച് തകർത്തത്. എപ്പോൾ ട്രംപ് അടിച്ച് തകർക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് 3 മിസൈൽ ഉപയോഗിച്ചിട്ട് അടിച്ച് തകർത്തത്. അങ്കലാപ്പിലാണ് എങ്ങനെ ഇവരിത് അടിച്ച് തകർത്തു എന്നുള്ള കാര്യത്തിൽ. അതായത് റഷ്യ സഹായിച്ചോ ചൈന സഹായിച്ചോ, ഇവർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഇവരുടെ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങളുടെയൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയത്, ഈ ഒരു അങ്കലാപ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് അടിച്ച് തകർക്കും എന്നുള്ളത്. അപ്പോൾ ഏതാ സത്യത്തിൽ ഈ 3 മിസൈല്? അതായത് ഒരു ടൈപ്പ് മിസൈല് 3 ഉപയോഗിച്ചത്. അപ്പോൾ ഏതാ ഈ മിസൈല്? ആ മിസൈലിൻ്റെ പേരാണ് ഖൈബർ ഷൈഖൻ. അതായത് ഇറാൻ്റെ 2022 മുതലാണെന്ന് തോന്നുന്നു ഇറാൻ്റെ കൂടെയുള്ള ഒരു മിസൈലാണ് ഈ പറയുന്ന സാധനം. താഡിനോ പാട്രിയോട്ടിനോ ആരോക്കോ അയൺ ഡോമിനോ ഈ മിസൈലിനെ തടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ ജോർഡാൻ്റെ ഒരു ആക്രമണം നടത്തിയിട്ട് ഇറാനിയൻ IRGC പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, താഡിൻ്റെയൊക്കെ റഡാർ സിസ്റ്റങ്ങളെ ഞങ്ങൾ ഇല്ലാണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ താഡിൻ്റെ റഡാർ സിസ്റ്റങ്ങളെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർഡാനിലെ അമേരിക്കൻ ബേസിലെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഫ്രജൈലാണെന്നുള്ളതാണ്. ആ ഒരു എയർ സ്പേസ് എന്ന് പറയുന്നത് ഓപ്പണാണ്. ഏത് മിസൈലുകൾ ഉപയോഗിച്ചിട്ടും ഇനി അവിടെ ഇട്ട് അടിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർഡാനിലേക്കുള്ള ആക്രമണം ഇറാൻ കടുപ്പിച്ചിട്ടുമുണ്ട്. ഇറാൻ ജോർഡാൻ്റെ മേലെ ആക്രമണം തുടരുന്നുമുണ്ട്. കാരണം ആ ഡിഫൻസ് തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഖൈബർ ഷൈഖൻ എന്ന് പറഞ്ഞ ഡിഫൻസ് അതല്ലെങ്കിൽ മിസൈല്? അതായത് 1450 കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിക്കാൻ പറ്റുന്ന സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന മിസൈലാണ് ഈ സാധനം. 1450 കിലോമീറ്റർ. ഇറാൻ്റെ അതിർത്തി നിന്ന് ഇറാൻ ഈ സാധനത്തിന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളെയും ചുട്ട് ചാമ്പലാക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു സാധനത്തിനുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അവർ ഈ പറയുന്ന അയൺ ഡോമാണ്. അത് ഹിസ്ബുള്ളയും ഹമാസും PVC പൈപ്പിൽ ഉണ്ടാക്കുന്ന മിസൈലുകൾ ചെറുക്കാനേ പറ്റത്തുള്ളൂ, ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ മിസൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈവൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോക്കോ പാട്രിയോട്ടിനോ ഇതിനെ തടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കേ, അപ്പോൾ ഈ മിസൈലിനെ മാത്രമല്ല ഇറാൻ അയക്കുന്നത്, ഇറാൻ ആക്ച്വലി ഒരു കോൺവോയ് ആയിട്ടാണ് അയക്കുന്നത്. അതിനകത്ത് ഡ്രോണുകൾ കൂടെ പോകുന്നുണ്ട്, സാധാരണ മിസൈലുകളും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും, ഏതിനെ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ ട്രജക്ടറി കറക്റ്റ് വരുന്ന മെനൂവറബിൾ അല്ലാതെ ഒരേ പാത്തിൽ വരുന്ന മിസൈലുകളെ ഈ പറയുന്ന സാധനം ടാർഗറ്റ് ചെയ്യും. പക്ഷെ അവിടെയും ഈ ഖൈബർ ഷൈഖൻ എന്ന് പറയുന്ന മിസൈലിനെ ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ലോ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുകയും ലോ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്നതിന് മുന്നേ തന്നെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദിശ മാറാനും കൂടെയുള്ള കപ്പാസിറ്റി ഈ പറയുന്ന മിസൈലുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ദിശ മാറുന്ന ലോ ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന മിസൈലിനെ ഒരു തരത്തിലും അയൺ ഡോമിനോ പാട്രിയോട്ടിനോ താഡിനോ അയൺ ഡോമിനോ തടുക്കാൻ പറ്റില്ല, ടാർഗറ്റ് ഫിക്സ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടുന്ന് മിസൈൽ അയച്ചോ, അപ്പോൾ പിന്നെ അവിടെ പോയി വീണിരിക്കും. അതാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. പിന്നെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ മാക്ക് 5 മാക്ക് 6 ഈ സ്പീഡിലാണിത് സഞ്ചരിക്കുന്നത്. ശബ്ദത്തിനേക്കാൾ 5 അല്ലെങ്കിൽ 6 ഇരട്ടി വേഗതയിൽ ഈ സാധനം സഞ്ചരിക്കും. അപ്പോഴൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡോമിനെ താടിനോ ഇത്രയും സ്പീഡിൽ വരുന്ന മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജോർഡാൻ്റെ എയർ ഡിഫൻസ് തകർന്ന് തരിപ്പണായി പോയത്. ജോർഡാൻ്റെ ആകാശം ഇപ്പോൾ ഓപ്പണാണ്. ആ ഓപ്പൺ ആയിട്ടുള്ള ആകാശത്തിനെ മുതലെടുത്തുകൊണ്ട് സകല സിസ്റ്റത്തിന് ഇറാൻ ഇപ്പോൾ കയറി അടിച്ച് മേഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിച്ച് തരിപ്പണമാക്കും എന്നുള്ളത് ട്രംപ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇറാനെ കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇറാനെ കുറിച്ച് തന്നെയാണ്, പക്ഷേ അടിച്ച് തരിപ്പണമാക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് അല്ല, അത് ഇറാനാണെന്നുള്ളതാണ് പറയുന്നത്.
പറയാനുള്ളത്. ജോർഡാന്റെ മൊത്തം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റഡാർ അടക്കം അടിച്ച് തരിപ്പണമാക്കി എന്നുള്ളതാണ്. CIA കേന്ദ്രങ്ങൾ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിച്ച് തരിപ്പണമാക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഇവർ ഉപയോഗിച്ചത് ഈ പറയുന്ന മിസൈലാണ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇനിയിപ്പോൾ ചൈനയിൽ നിന്നും കൂടെ കുറച്ച് ഷോൾഡറിൽ വെച്ച് അടിക്കാൻ പറ്റുന്ന സാധനങ്ങളും കൂടെ വരുന്നത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം തീരുമാനമാവും എന്നുള്ളതാണ് പറയാനുള്ളത്.